മാത്രമല്ല മോളെ, നിന്റെ അച്ഛന്റെ പ്രൊമോഷന്റെ കാര്യം വരെ അങ്ങേര് പറയും. 18ാമത്തെ വയസ്സിൽ മഹാരാജാവിന്റെ വീരശ്രങ്ങളെ വാങ്ങിച്ച ആളാ സുധാകരന്റെ അച്ഛൻ. സംഗതി ഞാൻ ഏറ്റു. കുട്ടിയുടെ പേരെന്താ? രമണി. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ. ഞാൻ മുഖത്തടിച്ചുള്ള കാര്യം പറയും. എന്തും വളച്ചു കെട്ടി പറയുന്ന പാരമ്പര്യമല്ല എന്റേത്. അതുകൊണ്ട് കുഞ്ഞിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു തരേണ്ടത് ആയുസിന്റെ കാര്യമോ പഠിപ്പിന്റെ കാര്യമോ ഒന്നും അല്ല. ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം. ഇപ്പം ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയാൽ ജീവിതം ഒരുവിധം പച്ചപിടിക്കും. അല്ലെങ്കിൽ മൊത്തം ഒരുതരം പുത്തരിക്കണ്ട മൈതാനം മതിയാവും. ഒന്ന് തെളിച്ചു പറഞ്ഞൂടെ? കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയുരിക്കോ, അല്ലെങ്കിൽ സർവനാശം ഫലം. അതായത് ഈ കല്യാണം നടന്നാൽ നീ വിധവയാവും. അവളൊരു സ്നേഹബന്ധത്തിലാണെങ്കിൽ അത് നമ്മുടെ സുധാകരനുമായിട്ടാ. നീ വിറച്ചോണ്ട് വന്നത് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. ആരുമായുള്ള ബന്ധമായാലും വേണ്ടില്ല, രണ്ടാനും ഒരുക്കമാണെങ്കിൽ അവളെ രേഖ മുറുക്കി പിടിച്ചോട്ടെ. കുഞ്ഞേ, എന്റെ മുമ്പിൽ ഇപ്പോൾ ഈ കൈപ്പത്തി മാത്രമേ ഉള്ളൂ. ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി ഞാൻ കുഞ്ഞിനോട് പറയാം, ഈ അനാവശ്യ പ്രണയബന്ധം കുഞ്ഞിന്റെ ജീവിതം കലക്കും. എനിക്കിനൊന്നും കേൾക്കണ്ട. നിങ്ങളിത് എന്ത് ദ്രോഹം ചെയ്തേ? രമണി, എന്തു പറ്റി? എന്താ ഉണ്ടേ? ഓടാതെ കാര്യം പറ രമണി. എന്താ ഉണ്ടായത്? ഇവിടെ എന്താ ഉണ്ടായെന്ന്? കലക്കിടാ മോനെ, നിന്റെ സ്നേഹബന്ധം നിന്റെ അച്ഛൻ തന്നെ കലക്കി. എന്തോ ഒരു സമയദോഷത്തിന് ആ കുഞ്ഞിന്റെ കൈ ഇങ്ങേരുടെ മുമ്പിൽ കൊണ്ട് നീട്ടാൻ എനിക്ക് തോന്നിയത്. ഇവൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു ബന്ധം അത്. അതല്ലേ ഒറ്റ വാക്കിന് നിങ്ങൾ മുറിച്ചു കളഞ്ഞത്? ഇവൻ പൊന്നുപോലെ കൊണ്ട് നടന്നാലും അവളതിൽ ക്ലാവ് പിടിപ്പിക്കില്ല എന്ന് പറയാൻ നിനക്ക് പറ്റുമോ? അവളുടെ കയ്യില് എന്റെ മരുമകളാകാൻ വേണ്ട രേഖയുടെ ഒരു പൊടി പോലും ദൈവം ഇതുവരെ വരച്ചിട്ടില്ല. ഇനി വരയ്ക്കുമെന്ന് പറയാനും പറ്റൂല. അവള് വാങ്ങിക്കുന്നതിലും ഭേദം ഇവൻ ആത്മഹത്യ ചെയ്യുന്ന. കണ്ണും പൂട്ടി വല്ലതും പറഞ്ഞ് മറ്റുള്ളവരെ ജീവൻ തുളയ്ക്കരുത്. പറയുന്നത് കേട്ടതൊന്നും എന്റെ കയ്യിൽ ആത്മഹത്യ രേഖയുണ്ടെന്ന്. ആദ്യം അച്ഛാന്ന് വിളിച്ചുപോയി, അല്ലെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാമായിരുന്നു? നീ തലകുത്തി മറിഞ്ഞാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല സുധാകര. നിനക്ക് മാത്രമല്ല ഇവൾക്കും. കാരണം എന്താണെന്ന് അറിയാമോ? സ്വന്തം മകന്റെയോ ഭാര്യയുടെയോ തല്ലുകൊള്ളാൻ യോഗമുള്ള ഒരു രേഖയും എന്റെ കയ്യിലില്ലടാ. അത് തന്നെ. ഇങ്ങനെ പോയാലോ താനും ഉണ്ടായിക്കോളും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത്. നീയും ചോദിച്ചില്ലേ നിന്റെ കയ്യിൽ ആത്മഹത്യ രേഖയുണ്ടോ എന്നോ? ഉണ്ടടാ. നീ അവളെ കെട്ടേണ്ട താമസം അത് വളർന്നോളും. എന്തിനാടാ പുല്ലേ ജീവിതം കൊണ്ടുപോയി ഒരു കഷ്ണം കയറി തൂക്കുന്നത്? ആസ്വദിച്ച് ജീവിക്കാൻ നോക്കടാ. നീ ഇടിയൊട്ടി പോലെ നിൽക്കണ്ട. നാളെ ഞാൻ മധുരയ്ക്ക് ക്യാമ്പിന് പോവുകയാ. സാക്ഷാൽ മധുര മീനാക്ഷി ആണ്ടി ആ പെണ്ണിനെ ഇപ്പോഴെങ്കിലും എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയത് ആ വന്ന മീനാക്ഷിക്ക് നിന്റെ മുഖമാണെന്ന് മാത്രം. അച്ഛൻ ഇങ്ങനെ പലതും പലരോടും പറയാറുണ്ട്. അവരൊക്കെ അതും വിശ്വസിച്ച് ജീവിക്കുന്ന നിന്റെ വിചാരം? ഇതൊക്കെ ഒരു തമാശയായിട്ട് കരുതാനല്ലേ ഉള്ളൂ. ഇത് തമാശയല്ല, ജോത്സ്യത്തിൽ എനിക്ക് വിശ്വാസം. ഇനി അച്ഛൻ നമ്മുടെ ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, എന്റെ ജീവിതം പുത്തരിക്കണ്ട മൈതാനം പോലെ ആക്കാൻ ഞാനില്ല. നിനക്കെന്താ രമണി, ഭ്രാന്താണോ? നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് നേരാ. എന്നുവെച്ച് എല്ലാം സഹിച്ച് നേടിയെടുക്കാൻ മാത്രം അതത്ര പ്രഷ്യസ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലും ശരി, ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു പേടി വന്നുപോയി. ഇനി എന്നെ കാണാൻ വരരുത് രമണി. ഞാൻ കണ്ടാൽ തന്നെ സംസാരിക്കണ്ട. രമണി പോയി, എന്നെ വിട്ടു പോയി. അവള് പോയി. എന്നെവിടെ എന്നെവിടെ എനിക്ക് ഒന്നുമില്ല. എനിക്ക് ഒന്നുമില്ല.
അയ്യോ എന്താ ഇത്? എന്റെ മോനെ എന്ത് പറ്റി? ഓഫീസിൽ എത്തിയിട്ടില്ലായിരുന്നു. തെരഞ്ഞെറിഞ്ഞ് ഒടുവിൽ കടപ്പുറത്തിട്ട് പിടിച്ചു. ഈ കടപ്പുറത്ത് കാറ്റുകൊണ്ട് ആരായാലും ഉറങ്ങി പോകും അല്ലേ? അല്ലാതെ വേറെ ഒന്നല്ല, ടീച്ചർ വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും സുധാകരന്റെ നന്മയ്ക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരട്ടെ. വരട്ടെ. അയ്യോ മോനെ, എന്റെ മോനെ. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ജോത്സ്യം കാരണം മൂട്ടിലെ പൊടിയും തട്ടി അവളങ്ങ് പോയി. ഇവിടെ ചത്ത പോലെ കിടക്കുന്ന എന്റെ മോന. ഇവന്റെ കല്യാണം നടന്നു കാണാൻ ഞാൻ നടത്തിയ സ്വയംവര പുഷ്പാഞ്ജലിക്ക് കയ്യും കണക്കുമില്ല. ഒക്കെ കളഞ്ഞു വിളിച്ചോ നിങ്ങളെ? പോയി. അവളെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്റെ മോൻ സമാധാനിക്ക്. കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയൊരിക്കോ. ഈ കല്യാണം നടന്നാൽ നീ വിധവയാണ്. എന്തൊരിപ്പാ മോളെ ഇത്. നീ ഇപ്പോഴും സുധാകരനെ ഓർമ്മിച്ചോണ്ടിരിക്കുകയാണോ? നിന്നെ സുധാകരന് കെട്ടിച്ചു കൊടുക്കാൻ അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു മോളെ. നിങ്ങളുടെ കല്യാണം നടന്നാൽ അവൻ മരിച്ചു പോകുമെന്നും നീ വിധവയാവുമെന്നൊക്കെ അവന്റെ അച്ഛൻ തന്നെയല്ലേ നിന്റെ കൈ നോക്കി പറഞ്ഞത്? എങ്കിലും സുധാകരേട്ടൻ. എല്ലാം ദൈവവിധിയാണ് മോളെ. സുധാകരൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ. മോൾ ഈ കാപ്പി കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. പോ, ചെല്ലു മോളെ. ഗുഡ് മോർണിംഗ് മലയാളി. താനെ പെട്ടിട്ട് വെക്കി. ഗുഡ് മോർണിംഗ്. ഞാൻ എടുത്തു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുധാകരൻ ഇന്നും വന്നില്ലേ? ഇല്ല മുതലാളി. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? മുതലാളി, ഇവിടെ ബിസിനസ് ആകെ കുളമായിരിക്ക. ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ട ബസ് ബോംബെക്കും, ബോംബെക്ക് വേണ്ട ബസ് കന്യാകുമാരിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താടോ? ഇത് കാപ്പി ഓടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് ചാർട്ട് ചെയ്യാൻ ആളില്ല. അത് തന്നെ ഒടുക്കം ഈ ബസ്സെല്ലാം കൂടെ പാട്ടത്തിന് കൊടുക്കേണ്ടി വരും. മുതലാളി എങ്ങനെയെങ്കിലും സുധാകരനൊന്ന് വളച്ചു കെട്ടുന്നതായിരിക്കും നല്ലത്. ചായ എടുത്ത് കുടിക്കും സുധാകര. താൻ പിറകെ നടന്ന ആ പെണ്ണ് ലോട്ടറി അടിച്ച് ആ കോന്തൻ മന്ദനെയും കിട്ടി നമ്മുടെ ബസ്സില് ബാംഗ്ലൂർക്ക് മധുവിധിന് പോയത് നീ അറിഞ്ഞോ സുധാകര? ആ 2 ടിക്കറ്റിന് പകരം അവനെ മണി അടിച്ച് വീഴ്ത്തി അവനെ കൊണ്ട് നീ നമ്മുടെ ഒരു സ്പെഷ്യൽ ബസ് വാടകയ്ക്ക് എടുപ്പിക്കണമായിരുന്നു. അതായിരുന്നു ബുദ്ധി. നിന്നെ ഞാനൊരു ശമ്പളക്കാരനായിട്ടല്ല സുധാകര കാണണേ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നിന്റെ സീറ്റില് ഇതിനകം പുതിയൊരാൾ വന്നെ. ഞാൻ തെറ്റിയതെന്ന് എനിക്കറിയാം. വേണമെന്ന് വെച്ചിട്ടല്ല മുതലാളി. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത്ര തന്നെ. നാളെ മുതലേ നേരവണ്ണ ഓഫീസിൽ വന്നോളാം. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. നിന്നേക്കാൾ പണമുള്ള ഒരുത്തനെ കിട്ടിയപ്പോ നിന്നെ തടഞ്ഞ് അവള് മധുവിധുവിന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു. അവരെക്കാൾ പണമുള്ള ഒരുത്തിയെ കെട്ടി നീ ബോംബെക്ക് ടിക്കറ്റ് എടുക്കടാ. നിനക്കും ഒരു മധുവിധുണ്ടെന്ന് അവൾ അറിയട്ടെ. നിനക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യ വേണം, അത്രയല്ലേ വേണ്ടൂ. ആ കാര്യം ഞാൻ ഏറ്റു. ലോകത്തിൽ ഇന്ന് ഒരു മുതലാളിയും ഒരു തൊഴിലാളിക്ക് വേണ്ടി ബ്രോക്കർ പണി ചെയ്തിട്ടില്ല. നീ റെഡിയെന്ന് പറ. മണി പോലത്തെ പെണ്ണിനെ, ദേ ഇങ്ങനെ പെറുക്കിയെടുക്കാവുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് താലി കെട്ടാൻ നിന്റെ മുന്നിൽ നിർത്തിത്തരാം. ധാരാളം പണം, ആവശ്യത്തിലേറെ സൗന്ദര്യം, നിന്റെ കണ്ണുപോലെയുള്ള ചെറിയ ചിരി, നിനക്കുള്ളതിനേക്കാൾ ദൈവവിശ്വാസം. കെട്ടാൻ പോകുന്ന പുരുഷന് നല്ല സ്വഭാവ ഗുണം വേണമെന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത പെൺകുട്ടി. ആ സ്വഭാവ ഗുണം നിനക്കുണ്ട്. നീ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. എന്താടാ സുധാകരൻ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എനിക്ക് അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മേ ദേവി രക്ഷിക്കണേ. ടീച്ചറെ, അതാണ് എല്ലാവരുടെയും സ്ഥിതി.
രക്ഷിക്കണമെങ്കിൽ ഒടുക്കം ദേവി തന്നെ വരണം. മഹാലക്ഷ്മി പോലൊരു മരുമകള്, അവൾ എനിക്കൊരു ചുക്കും ചെയ്യേണ്ട പണിക്കരെ. എന്നാലും ഒരു ഐശ്വര്യം അത് അവൾക്കുണ്ടാവണം. 27 വർഷം സ്കൂളിൽ ചൂരല് കൈകൊണ്ട് തൊടാതെ കുഞ്ഞുങ്ങളെ